ഹലോ ഫ്രണ്ട്സ്, എസ്മോറിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇവിടെയും നല്ല മഴയാണ്. നിങ്ങൾക്കൊക്കെ അവിടെ എങ്ങനെയാണ്? സ്കൂളുകൾക്കൊക്കെ അവധിയല്ലേ ഇന്നത്തെ ദിവസം? എറണാകുളം അങ്ങോട്ട് അവിടേക്ക് ഇന്ന് ലീവാണല്ലോ. ഇവിടെയും നല്ല മഴയായിരുന്നു. ഇപ്പോൾ രാവിലെയും മഴയായിരുന്നു. അല്പം ഒന്ന് മഴ മാറിയപ്പോൾ ഞാൻ മുകളിൽ കയറി വന്നതാണ്. അപ്പോൾ എല്ലാ താമരയിലും മൊട്ടുമുണ്ട്, പക്ഷേ വിരിയുന്നത് ഉടനെ തന്നെ എല്ലാം അങ്ങ് മറിഞ്ഞു പോകുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ആമ്പലിന് കണ്ടോ, ഇന്ന് വന്നപ്പോൾ ഫുള്ളും വിരിഞ്ഞ് നിൽക്കുന്നതാണ് കണ്ടത്. നല്ല ഭംഗിയുണ്ട്. ഒരു വലിയ പോട്ടിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല വലിപ്പമുള്ള ഫ്ലവറുമാണ്. പിന്നെ ഇത് കണ്ടോ, മൊട്ട് വന്ന ഉടനെ തന്നെ മറിഞ്ഞു പോവുകയാണ്. മഴ കാരണം മറിഞ്ഞു കിടക്കുന്നത് കണ്ടോ. പക്ഷേ ഇന്നിപ്പം വിരിയിച്ചാൽ നമുക്കൊന്ന് വിരിയിച്ച് നോക്കാം. ഇതേതാ, പിങ്ക് ലെഗസി എന്നുള്ള വെറൈറ്റിയാണ്. മഴയിൽ വീണ്ടും പെട്ടെന്ന് അങ്ങ് ഇതായിപ്പോവാനെക്കാട്ടിലും നമുക്കൊന്ന് വിരിയിച്ച് കൊടുക്കാം. ഒരു കൈ കൊണ്ടാണ് വിരിയിച്ച് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ആ വൃത്തിയില്ലായ്മ വരുന്നത്. നമുക്ക് സ്റ്റാൻഡ് ഇവിടെ വയ്ക്കാനായിട്ട് നല്ല വെള്ളമുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ, അല്ലെങ്കിൽ ഞാൻ സ്റ്റാൻഡ് വെച്ച് എടുക്കാമായിരുന്നു. ഉണ്ടോ, പിങ്ക് ലെഗസി. ഇതിപ്പം നല്ല വലിയ ഫ്ലവറാണ് കേട്ടോ. കഴിഞ്ഞ 2 ഫ്ലവർ അല്പം ചെറുതായിരുന്നു, മീഡിയം ആയിട്ടുള്ളതായിരുന്നു. ഇത് പക്ഷേ ഇപ്പോൾ നല്ല വലിയ ഫ്ലവറായിരുന്നു. നല്ല വെയിലുള്ള സമയത്തായിരുന്നെങ്കിൽ നല്ല ഒത്തിരി ദിവസം നമുക്ക് കാണാമായിരുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസത്തത് കണ്ട വെള്ളത്തിൽ തന്നെ കിടന്ന് കണ്ട കൊഴിഞ്ഞു പോകത്തില്ല. കണ്ട അതുപോലെ തന്നെ നിൽപ്പുണ്ട്, വെള്ളത്തിലങ്ങ് വീണുപോയി. ഇപ്പം അതുപോലെ ഇതും അതുപോലെ നല്ല ഫ്ലവറാണ്. പക്ഷേ വെള്ളത്തിലല്ല നിൽക്കുന്നത്, ഒടിഞ്ഞിങ്ങി വീണുപോയി പുറത്തേക്ക്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിങ്ക് ലെഗസി. അടുത്ത ഒരു ബഡും ഇല്ല, പക്ഷേ ഒത്തിരി ഫ്ലവർ വരുന്ന വെറൈറ്റി തന്നെയാണ്. പിന്നെ ഈ ഒരു വെറൈറ്റി പോയി എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. എങ്ങനെയോ അല്പം ഒന്ന് കയറി വന്നിട്ടുണ്ട്. പീച്ച് ലേഡി എന്നുള്ള ന്യൂ വെറൈറ്റിയാണ്. അറിയില്ല, ചെറിയ സ്റ്റാൻഡിങ് ലീഫൊക്കെയാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് എത്രത്തോളം നല്ലതായിട്ട് വരുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇത് പിങ്ക് ലെഗസി, ഇത് പീച്ച് ലേഡി. പിന്നെ ഇതിൽ ഐഡിയ അറിഞ്ഞുകൂടാ കേട്ടോ, ഞാൻ ഏതോ ഒന്ന് എടുത്ത് വെച്ചു പോയ സമയത്ത്. പിന്നെ നമുക്കിത് ലക്ഷ്മിക്കുട്ടിയാണ്. ലക്ഷ്മിക്കുട്ടിയിൽ ട്യൂബർ എടുക്കാനേ കഴിയുന്നില്ല. അത് അടുത്ത 2 ബഡും കൂടെ വന്ന് നിൽപ്പുണ്ട്. ഇത് ലിൻഡിങ്ചെന്നിൻ്റെ അടുത്ത ബഡങ്ങ് കരിഞ്ഞു പോയി കേട്ടോ. മഴയൊക്കെ പെയ്യുന്നത് കാരണമായിരിക്കാം ഇതിങ്ങനെ കരിഞ്ഞു പോകുന്നത്. ഇപ്പോൾ എല്ലാത്തിലും കുറേശ്ശെയൊക്കെ ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് എംബ്രസ്സാണ്. എംബ്രസ്സും ട്യൂബർ എടുത്ത് കഴിഞ്ഞ ശേഷം ഞാൻ വെച്ചതാണ്. അതിൽ തന്നെ അങ്ങ് താഴ്ത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു വളവും ഒന്നും കൊടുത്തിട്ടില്ല. ഇത് ശ്വേതാംബർ എന്നുള്ള ഒരു പുതിയ വെറൈറ്റി ആണ്. ഇത് പീക്ക് ഓഫ് പിങ്ക് ആണ്. ഒരു കൊല്ലത്തിൽ കൂടുതലായി വെച്ചിട്ട് എനിക്ക് ഒരു ട്യൂബർ പോലും കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പം ബഡ് വന്നതെല്ലാം കരിഞ്ഞു പോയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. ട്യൂബർ കിട്ടിയാൽ സെയിലിന് ഇടുന്നതായിരിക്കും. പിന്നെ ഇത് വൈറ്റ് ക്രിസ്റ്റൽ വൈറ്റ് എമറാൾഡിൻ്റെയാണ് അടുത്തൊരു ബഡ്. കാണാമോ? അടുത്തൊരു ബഡും കൂടെ വന്ന് നിൽപ്പുണ്ട്. അത് വിരിയുമെന്ന് തന്നെ അറിയില്ല, അങ്ങനെ നിൽപ്പുണ്ട്. ഇതെല്ലാം ഇപ്പോൾ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഞാൻ പേരെഴുതിയിട്ടില്ല, പോയ ടബിലെല്ലാം ഞാൻ എടുത്ത് വെച്ചതാണ്. ഇത് Q201 എന്നുള്ള വെറൈറ്റിയാണ്. പിന്നെ ഇത് സിയാവോസി എന്നുള്ള മൈക്രോബോൾ വെറൈറ്റിയാണ്. സിംഗിൾ പെറ്റലാണ്. ഇനിയൊരു ബഡ്, ഒരു ബഡ്, ഇങ്ങനെ ബഡുകൾ വരുന്നുണ്ട്. ഒരു ചെടിച്ചട്ടിയിലാണ് ഞാൻ വച്ചിരിക്കുന്നത്. ഇതിലെല്ലാം പുഴുണ്ട് കേട്ടോ. പുഴുക്കുട്ടന്മാരിരിക്കുന്നത് കണ്ട ലീഫൊക്കെ തിന്ന് വച്ചേക്കുന്നത്. മഴയായാലുള്ള പ്രശ്നം ഇതാണ്, നമുക്ക് ആകെ 2-3 ലീഫേ ഉള്ളൂ, അതെല്ലാം പുഴുക്കുട്ടന്മാർ വന്ന് തിന്നുകൊണ്ട് പോകുന്നു കണ്ട. പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് ഹരിത എന്നുള്ള വെറൈറ്റിയാണ്. ഒരു ട്യൂബർ പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇപ്പോൾ അടുത്ത 2 ബഡും കൂടി വന്ന് നിൽപ്പുണ്ട്. പിന്നെ ഇത് വൈറ്റ് പിയോണിയുടെയാണ്, പെയിൻറ്റ് ബക്കറ്റിലാണ് വച്ചേക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇത്
ലോലോ എന്നുള്ള വെറൈറ്റിയാണ്. ഇതിനും ട്യൂബേഴ്സ് ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഒരു ബഡ് ഇത്രയും പൊങ്ങിയിട്ട് ഇല്ലാതായി പോയിട്ടുണ്ട്, മഴയൊക്കെ കാരണം കൊണ്ടാണ്. പിന്നെ അവിടെ നിൽക്കുന്നത് ഏതാ പിങ്ക് മെഡോ എന്നുള്ള വെറൈറ്റിയാണ്. ഇത് ഗ്രെയിൻ ആപ്പിളാണ്, അതിൻ്റെയും ബഡ് ഇതാ പോയി കഴിഞ്ഞിരിക്കുവാണ്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ബഡുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട്. അതുപോലെ ഇതും ജൂലിയറ്റാണ്. ജൂലിയറ്റിൽ ഒരു 4 ബഡ് വന്നതായിരുന്നു, അതെല്ലാം പോയി. ഇനി ഒരെണ്ണം ഇവിടെ നിൽപ്പുണ്ട്, അത് വിരിയുമെന്ന് അറിയില്ല. പിന്നെ അത് ബ്ലൂ ബീസിലാണ്, അതിൽ 2 ഫ്ലവറും ഒരു ബഡും കൂടെയൊക്കെ നിൽപ്പുണ്ട്. ഇത് മിറാക്കിൾ എന്നുള്ള വെറൈറ്റിയാണ്. ഇതുവരെയും ട്യൂബേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ വലിയ ലീഫുകൾ വരാതെയാണ് എനിക്കിതുപോലെ ചെറിയ ചെറിയ പൂക്കൾ തന്നുകൊണ്ടേ ഇരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇവിടെയും എല്ലാം വച്ചിട്ടുണ്ട്. ഇവിടെ ഇതിരിക്കുന്നത് റെഡ് റൂട്ടാണ്. അത് കുറച്ച് വെള്ളം കളഞ്ഞിരുന്നെങ്കിൽ അങ്ങ് താഴ്ന്ന് കിടക്കുമായിരുന്നു. അപ്പം എല്ലാ ടബിൽ നിന്നും ഞാൻ കുറേ മാറ്റി മാറ്റി കളയുവാണ് ചെയ്യുന്നത്. ഇത് EOS എന്നുള്ള വെറൈറ്റിയാണ്. അതിലൊരു ഫ്ലവർ, മഴ ആയതുകൊണ്ട് ഫ്ലവറും കുറച്ച് ദിവസം മാത്രമേ നിൽക്കുന്നുള്ളൂ. കണ്ട ഈ പ്ലാന്റ് കണ്ട എന്ത് നല്ല രസമല്ലേ. എനിക്ക് പ്രത്യേകിച്ച് വയ്ക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് റോസിൽ കൂടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതും റോസിനും ഒരു ഇതില്ലാതെ നിൽപ്പുണ്ട്. ഇത് വജ്ര എന്നുള്ള വെറൈറ്റിയിൽ അടുത്ത ഒരു ബഡും കൂടി വന്നിട്ടുണ്ട്. ട്യൂബേഴ്സ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ഇത് മിറാക്കിൾ പറഞ്ഞല്ലോ. പിന്നെ ഇത് മാജിക് വൈറ്റ് എന്നുള്ള വെറൈറ്റി ആണെന്ന് തോന്നുന്നു, അതാണ് പേര് എഴുതി വെച്ചേക്കുന്നത്. ഫ്ലവർ വരുമ്പോൾ അറിയാൻ കഴിയും. പിന്നെ ഇത് നമ്മുടെ ക്രിസ്റ്റൽ വൈറ്റാണ്. ഇതിൽ ഒരു ട്യൂബർ പോലും ഞാനിതുവരെ എടുത്തിട്ടില്ല. വീണ്ടും ഇതാ 4 ബഡ് 4 എണ്ണം നിൽപ്പുണ്ട്. ട്യൂബർ കിട്ടുന്ന ഇനിയും നമുക്ക് അറിയില്ല. അത് ഞാൻ തൊട്ടടുത്ത് നിൽക്കുന്നത് സെറ. പിന്നെ അവിടെ വീണ് കിടക്കുന്നതും അങ്ങോട്ട് കയറാൻ വയ്യാട്ടാ, മഴയൊക്കെ ആയതുകൊണ്ട്. അത് ഗരുഡ എന്നുള്ള വെറൈറ്റിയാണ്. പിന്നെ ഇത് നമ്മുടെ എംബാബ്. ഇത് നമ്മുടെ കുടമുല്ല എനിക്ക് വെച്ചിട്ട് ഒത്തിരി നാളായി. ഫ്ലവർ തന്നു, പക്ഷേ ഇതുപോലുള്ള ലീഫുകളാണ് വരുന്നത്. ഒരു ഉഷാറില്ലാത്ത ഫ്ലവർ ലീഫുകളാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ ഓട്ടം പ്രിൻസാണ്. ഓട്ടം പ്രിൻസിൽ വണ്ടൊക്കെ വന്നിരുന്ന് കഴിച്ചങ്ങനെ ഇരിക്കുകയാണ്. പെറ്റൽസ് ഒന്നും കൊഴിഞ്ഞിട്ടില്ല, പക്ഷേ കരിഞ്ഞ് വെള്ളമൊക്കെ വീണ് ഒരുമാതിരിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഇതുണ്ട് കേട്ടോ. ഒച്ചുണ്ട്. ഒച്ചൊക്കെ തറയിലൊക്കെ ഇങ്ങനെ നടപ്പുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഒച്ച് നടക്കുന്നുണ്ട്. ഞാൻ കാണുന്നതിനെല്ലാം കൊല്ലുവാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെയെല്ലാം മഴ ആയതുകൊണ്ട് ഇനി നമുക്ക് ഇവിടെയൊക്കെ ഇനി തെന്നി വീഴും. കണ്ട ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നത്. പനിയായതുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇഷ്ടംപോലെ ഒച്ച് വന്ന് തിന്നുന്ന കണ്ട നമ്മുടെ ആമ്പലെല്ലാം. ഒച്ചിൻ്റെ ശല്യം ഒത്തിരി ഉണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രീതിക്കാണ്. ഇഷ്ടം പോലെ എടുത്ത് കളയുന്നുണ്ട്, പക്ഷേ അതൊന്നും റെഡിയാകുന്നില്ല. പിന്നെ നമ്മുടെ ക്യാമില ലവ് കണ്ടോ, ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. പെറ്റൽസ് 1-2 മാത്രം, 1-2 മാത്രം കൊഴിഞ്ഞ് പോയിട്ടേ ഉള്ളൂ. ഇങ്ങനെ നിൽപ്പുണ്ട് മഴയായിട്ട് പോലും കണ്ട. എന്നിട്ട് ഇനി 2 ബഡും കൂടെ നിൽപ്പുണ്ട്. ക്യാമില ലവിൽ നല്ലതായിട്ടുള്ള വെറൈറ്റിയാണ് എന്ന് വാങ്ങി വെച്ചിട്ട് എനിക്ക് വലുതായിട്ട് നഷ്ടം തോന്നുന്നില്ല. ഇനി ട്യൂബറും കൂടെ കിട്ടിയാൽ എനിക്ക് പ്രശ്നമില്ല. ഇത്രയൊക്കെയാണ് എൻ്റെ ഗാർഡൻ്റെ വിശേഷങ്ങൾ. മഴ ആയതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. പിന്നെ ഞാൻ പോട്ടുകളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. എൻ്റെ ചെണ്ടുമല്ലി എല്ലാം നടേണ്ടതായിട്ടുണ്ട്. കണ്ട വെള്ളം കെട്ടിയൊക്കെ കിടക്കുന്നത് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ വൈറ്റ് പിയോണി ഉണ്ട്. വൈറ്റ് പിയോണിയിലും അടുത്ത ബഡ് വിരിയാറായി നിൽപ്പുണ്ട്. ഒരെണ്ണം എന്താ കൊഴിയുന്നില്ല, കരിഞ്ഞു പോയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇതാ എനിക്ക് ഏറ്റവും ഞാൻ ആഗ്രഹിച്ച ബട്ടർ മിൽക്കിൻ്റെ ഒരു ബഡാണ് കേട്ടോ. ഇത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഒരേ ഒരു ബഡ് ആദ്യമായിട്ട് എനിക്ക് വന്നതാണ്. ഇത്രയും ഒത്തിരി പ്രാവശ്യം ഞാൻ വാങ്ങി വെച്ച ഒരു ഇതാണ് ബട്ടർ മിൽക്ക്. ഇപ്പോൾ നോക്കിയപ്പോൾ ഒരു ബഡ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും അത് അവിടെ വൈറ്റിൻ്റെ ഒരെണ്ണം നിൽപ്പുണ്ടല്ലോ, അത് വൈറ്റ് ബുദ്ധ എന്നുള്ള പുതിയ വെറൈറ്റിയാണ്. അതിലൊരു ബഡ് വന്നിട്ടുണ്ട്, വിരിവായിരിക്കാം. ഇത് നമ്മുടെ സുസ്മിത കുട്ടിയാണ്. അതിലും ഒരു ട്യൂബറും കിട്ടിയിട്ടില്ല. അത് അടുത്ത 3 ബഡ് വന്ന് നിൽപ്പുണ്ട്. പിന്നെ ഇത് ഏതിൻ്റെയോ റണ്ണർ ഞാൻ പെട്ടെന്ന് പ്ലാന്റുകൾ കേടായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഒരു റണ്ണർ കട്ട് ചെയ്ത് ഞാനിവിടെ വെച്ചതാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് മധുരത എന്ന വെറൈറ്റിയാണ് ഞാൻ വച്ചത്.
പക്ഷെ അതിപ്പോൾ വച്ചിട്ട് ഇനിയും 2-3 ആഴ്ച ആകുന്നേ ഉള്ളൂ. ഇതാ ഒരു ബഡ് വന്ന് നിൽപ്പുണ്ട്. പിന്നെ ഇതാ ഒരു ബഡ്, ഇതാ ഒരു ബഡ്, ചുറ്റിനും ബഡുകൾ വരുന്ന മധുരത തന്നെ കേട്ടോ. അതാണ്. പിന്നെ ഇത് ഏതാണെന്ന് അറിയില്ല കേട്ടോ. ഏതോ ഒരു വെറൈറ്റി ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. അങ്ങനെ കുറേയൊക്കെ ഐഡിയ അറിഞ്ഞുകൂടെന്നും പറഞ്ഞും കൊണ്ടുള്ള കുറേ വെറൈറ്റികളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും എനിക്ക് ഫ്ലവറെങ്കിലും കണ്ടാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പം ഒന്നും കളയാതെ വെച്ചേക്കുന്നത്. നല്ലവണ്ണം നിൽക്കുന്ന പ്ലാന്റുകൾ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അതായത് വജ്ര എന്നുള്ള വെറൈറ്റിയാണ്. ഒന്നിനും എനിക്ക് ട്യൂബേഴ്സ് ഇതുവരെയും കിട്ടിയിട്ടില്ല. കുറേ ഫ്ലവർ തന്നിട്ട് പ്ലാന്റ് അങ്ങ് കേടായി പോകുന്നതായിരുന്നു എനിക്കിപ്പം. പിന്നെ ഇപ്പം മരുന്നൊക്കെ അടിച്ചതിന് ശേഷമാണ് ഇത്തിരി അല്പമെങ്കിലും ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.